കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടി മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഈ മാധ്യമത്തിന് മുമ്പിലായിരിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന് കാരണമായ ഈ മാധ്യമത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് വളരെ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും കർത്താവ് സ്നേഹിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം വലിയതാണ്. കർത്താവ് ഇത്രത്തോളം നമ്മെ സ്നേഹിക്കുവാൻ നാം എന്തുള്ളൂ? നാം ഒന്നുമല്ല. കർത്താവ് നമ്മെ സ്നേഹിക്കുക. കർത്താവ് നമ്മെ സ്നേഹിക്കുകയാണ്. ആമേൻ. കർത്താവ് എങ്ങനെയാണ് നമ്മെ സ്നേഹിക്കുന്നത്? തൻ്റെ ഏകജാതനായ പുത്രനെ പിതാവായ ദൈവം നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി തരികയും അവിടുത്തെ ജീവനെ നമുക്ക് വേണ്ടി തന്ന് ആ ജീവനെ തന്ന് ദൈവം നമ്മെ സ്നേഹിച്ചു. ഇത്ര വലിയ സ്നേഹമുള്ള ഇത്രത്തോളം സ്നേഹിക്കുവാൻ ഈ ലോകത്ത് മറ്റാരും തന്നെ ഇല്ല. കർത്താവിൻ്റെ ആ വിലയേറിയ ജീവനെ, തൻ്റെ ജീവനെ പോലും നമുക്ക് വേണ്ടി ദൈവം ദാനമായി തരുവാനായിട്ട് ഇടയായിത്തീർന്നു. കർത്താവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരെയും ദൈവത്തിൻ്റെ മക്കളായി, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മക്കളായി ദൈവം തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന എന്നെ കാണുന്ന പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയവ ചെയ്യും. കർത്താവ് യേശുക്രിസ്തു അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥനയോടെ, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധനയോടെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തുതി സ്തോത്രങ്ങളോടെ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നാൽ കർത്താവ് നമ്മെ വെറുതെ വിടുന്ന ഒരു ദൈവമല്ല. ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരൊക്കെ കടന്നു പോയിട്ടുണ്ടോ അവരെല്ലാം കർത്താവ് ധാരാളമായി അനുഗ്രഹിച്ചു. അവരുടെ ആവശ്യങ്ങൾ മേൽ ദൈവം വലിയവ ചെയ്തു. അവരുടെ ആവശ്യങ്ങൾ മേൽ ദൈവം പ്രവർത്തിച്ച് അവർക്ക് ആവശ്യമായതൊക്കെയും സ്വർഗ്ഗത്തിലെ ദൈവം തന്ന് ദൈവം അനുഗ്രഹിച്ച ഒരു ദൈവം അത്രേ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു. നമുക്കറിയാം, നാം വേദപുസ്തകം പഠിക്കുമ്പോൾ നിരവധി അത്ഭുതങ്ങളുടെ ഒരു പുസ്തകമാണ് സത്യവേദ പുസ്തകം. നാം ഇത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഉള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോഴും ദൈവത്തിൻ്റെ അത്ഭുത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്തിനാ ദൈവം ഇത്രത്തോളം അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നത്? ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നമ്മളെ കാണിച്ചു തരുവാനായിട്ട് ദൈവം മനസ്സലിഞ്ഞു. ആമേൻ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒരു അത്ഭുതത്തെ ചെയ്യുവാൻ കഴിയും. ദൈവത്തിന് ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ, നിങ്ങൾ ആയിരിക്കുന്ന ഏത് അവസ്ഥയിലാണെങ്കിലും കർത്താവിന് ഒരു പ്രശ്നമില്ല. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് ദൈവത്തെ അപ്പ എന്നൊന്ന് വിളിച്ച് ആ അപ്പൻ്റെ അടുക്കലേക്കൊന്ന് ചെല്ലാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വലിയവ ചെയ്യുവാനായിട്ട് ഇടയായിത്തരും. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുവാൻ സർവശക്തനായ ദൈവം അത്രേ. ഈ ദൈവത്തിൻ്റെ അടുക്കൽ കടന്നു വന്ന ആരെയും കർത്താവ് വെറുതെ വിട്ടിട്ടില്ല. നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തന്നെ നിങ്ങൾ പ്രയാസം, എന്ത് തന്നെ വേദനയിലായിരിക്കുന്നോ, എത്ര തന്നെ വേദനയിലായിരിക്കുന്നോ, നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ, ഇപ്പോഴുള്ള നിങ്ങളുടെ അവസ്ഥയിൽ നിങ്ങൾ കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കർത്താവ് നിങ്ങളെ വിടുവിക്കുവാൻ സർവശക്തനായ ദൈവം അത്രേ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഈ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഇത്രമാത്രം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ദൈവം എങ്ങനെയാണ് നമ്മെ സ്നേഹിച്ചത്? ദൈവം എന്തിനാണ് നമ്മെ സ്നേഹിച്ചത്? ആമേൻ. ദൈവം നമ്മെ ഈ ലോകത്തേക്കാൾ അധികമായി ദൈവം നമ്മെ സ്നേഹിച്ചു എന്ന് സത്യവേദ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മെ സ്നേഹിച്ച വിധം ഈ ലോകത്തേക്കാൾ അധികമായി, ഈ ലോകത്തിലുള്ള സകലതിനേക്കാൾ അധികമായി ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ ദൈവം സ്നേഹിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ദൈവം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് സകല മനുഷ്യരുടെയും പാപപരിഹാരത്തിന് വേണ്ടി ദൈവം അയച്ചു തരുവാൻ ഇടയായി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഇന്ന് ഞാൻ പറയട്ടെ, ഈ കർത്താവ് യേശുക്രിസ്തു നമ്മെ സ്നേഹിച്ചതുകൊണ്ട്, ദൈവം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ ഏകജാതനായ പുത്രനെ നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി, നമ്മുടെ ശാപങ്ങൾ മാറുവാൻ, നമ്മുടെ രോഗബന്ധനങ്ങൾ മാറുവാൻ, നമ്മൾ അനുഭവിക്കുന്നതായ സകല പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് വിടുതൽ തരുവാൻ, നമ്മൾ അനുഭവിക്കുന്നതായ കഷ്ടതകളിൽ നിന്ന് വിടുവിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് വേണ്ടി തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുവാനായിട്ട് ഇടയായിത്തീർന്നു.
എന്തിനു വേണ്ടിയാ? ഹല്ലേലൂയ. ഞാനും നിങ്ങളും കഷ്ടത അനുഭവിക്കുന്നത്, ഞാനും നിങ്ങളും വേദന അനുഭവിക്കുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിന് ഒട്ടും സഹിക്കുന്ന കാര്യമല്ല. കാരണം ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായ നാം, കാരണം കർത്താവിൻ്റെ വചനം പറയുന്നു, അവിടുത്തെ കൈക്കൊണ്ട് അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുത്തെ മക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുന്നെന്ന്. അതെ, കർത്താവായി യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവത്തിൻ്റെ മക്കളാകുവാനുള്ള ഒരു അധികാരം ദൈവം തന്നിരിക്കുന്നു. ഈ മക്കൾ വേദനയിൽ അനുഭവിക്കുന്നത്, വേദനപ്പെടുന്നത് ഈ പിതാവിന് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം കർത്താവ് നമ്മെ അത്രത്തോളം സ്നേഹിക്കുന്നതുകൊണ്ട്, അത്രത്തോളം ദൈവം നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട് കർത്താവ് അവിടുത്തെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി തരുവാനായിട്ട് ഇടയായിത്തീർന്നു. കാൽവരി ക്രൂശിൽ 2000 വർഷങ്ങൾക്ക് മുന്നമേ കാൽവരി ക്രൂശിൽ വെച്ച് കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. നമ്മുടെ സകല മനുഷ്യരുടെയും പാപ പരിഹാരത്തിന് വേണ്ടി, സകല മനുഷ്യരുടെയും ശാപങ്ങൾ മാറുവാൻ വേണ്ടി, സകല മനുഷ്യരുടെയും രോഗങ്ങളെ അവിടുത്തെ ശരീരത്തിന്മേൽ വഹിച്ചുകൊണ്ട് അവിടുന്ന് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. കർത്താവ് അവസാനമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ സകലതും നിവർത്തീകരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതെ, നമുക്ക് വേണ്ടി കർത്താവ് യേശു ക്രിസ്തു സകലതും നിവർത്തീകരിച്ചിരിക്കുന്നു. ഇത് നാം വിശ്വസിക്കുകയാണെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുകയാണെങ്കിൽ നമുക്കതിൽ വലിയൊരു വിടുതൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്കൊരു വലിയൊരു രക്ഷ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാരണം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ ഒരൊറ്റ നാമമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ അറിയിക്കുന്നു. കാരണം കർത്താവിൻ്റെ വചനം പറയുന്നു, അവരിലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിതരായി തീർന്നെന്ന്. അതെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശമായി തീർന്നു. അവരുടെ മുഖം ആരുടെയും മുമ്പിൽ ലജ്ജിക്കുവാൻ ഇടയായില്ല, ലോകക്കാരുടെ മുമ്പിൽ ലജ്ജിക്കുവാൻ ഇടയായില്ല, ദേശക്കാരുടെ മുമ്പിൽ ലജ്ജിക്കുവാൻ ഇടയായില്ല, മറ്റൊരു വ്യക്തിയുടെ മുമ്പിൽ ലജ്ജിക്കുവാൻ ഇടയായില്ല. പ്രിയ സഹോദര, നീ വളരെ കടപ്പാരത്താൽ ആയിരിക്കുന്ന വ്യക്തിയാണോ? നിന്റെ ജീവിതത്തിൽ ദൈവം നിന്നെ സഹായിക്കുവാനായിട്ടുണ്ട്. നിന്റെ ജീവിതത്തിൽ നിരാശകളും പ്രയാസങ്ങളും വേദനകളും അനുഭവിക്കുന്ന വ്യക്തിയാണോ താങ്കളെ വിടുവിക്കുവാൻ കർത്താവ് യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുന്നമേ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. ഈ സത്യം നിങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ, ഈ സത്യം നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും മാറുവാനായിട്ട് ഇടയായിത്തീരും. കാരണം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയൊരു വില കൊടുക്കുവാനായിട്ട് ഇടയായി. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയൊരു വില കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇതത്രേ ദൈവത്തിൻ്റെ സ്നേഹം. ഹല്ലേലൂയ. മറ്റാരും നൽകാത്തൊരു വില, മറ്റാരെക്കൊണ്ടും കഴിയാത്തൊരു വലിയ വില. കാരണം നമുക്ക് ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മെ സാമ്പത്തികമായി സഹായിക്കാൻ ഒത്തിരി ഉണ്ടായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആശ്വാസ വാക്കുകൾ പറയാൻ ഒത്തിരി പേർ ഉണ്ടെന്നിരിക്കാം. എന്നാൽ നമ്മെ അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടൊരു വിടുതൽ തരുവാൻ ശക്തനായ ദൈവമത്രേ കർത്താവ് യേശു ക്രിസ്തു. കർത്താവിൻ്റെ അടുക്കൽ വന്ന ഒരു വ്യക്തിയെയും കർത്താവ് വെറും കൈയോടെ വിട്ടതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. കാരണം നാം നോക്കുമ്പോൾ കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ, കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന ഇമ്പസ്വരങ്ങൾ, ഇമ്പമാർന്ന ആ വചനങ്ങൾ കേൾക്കുവാൻ ഒരിക്കൽ 5000-ഓളം പുരുഷന്മാർ കൂടിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആ ജനത്തോടൊപ്പം കർത്താവ് 3 ദിവസം കൂടെയിരുന്നു. ഈ ജനം ഈ കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ 3 ദിവസം കൂടെയിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ ഇവർ വഴിയിൽ വെച്ച് ക്ഷീണിച്ച് വീണു പോകുമെന്ന് കർത്താവ് കണ്ടിട്ട് അവർക്ക് 5000 പേർക്ക് അപ്പത്തെ നൽകി പോഷിപ്പിച്ച ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ സകല പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ കർത്താവിന് കഴിയും. കർത്താവിന് മാത്രമേ നിങ്ങളെ സഹായിക്കുവാൻ കഴിയത്തുള്ളൂ. കാരണം കർത്താവ് സകല കഷ്ടതകളിൽ നിന്ന് ജയിച്ചവരാത്രേ. ആമേൻ. കർത്താവിൻ്റെ വചനം പറയുന്നു, ഭൂമിയിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എന്നാൽ കഷ്ടതയെ ജയിച്ച കർത്താവ് കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ കൂടെയുണ്ട്. അതെ, കർത്താവ് യേശു ക്രിസ്തു നിങ്ങളോട് കൂടെയുണ്ട്. കഷ്ടതയെ ജയിച്ച ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കാരണം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു കാൽവരി ക്രൂശിൽ, അതെ, കർത്താവ് സകല മനുഷ്യർക്കും വേണ്ടി കർത്താവിൻ്റെ ആ ശരീരത്തിൽ മേൽ സകല പാപങ്ങളും അവിടുന്ന് വഹിച്ചു. കർത്താവിൻ്റെ ശരീരത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ആ സകല പാപങ്ങളും കർത്താവിൻ്റെ ശരീരത്തിലേക്ക് വഹിച്ചപ്പോൾ അവിടുത്തെ ശരീരത്തിൽ നിന്ന് വേർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി വീഴുവാൻ ഇടയായി തീർന്നു. അതെ, നമ്മെ സകല പാപങ്ങളും കർത്താവ് അവിടുത്തെ ശരീരത്തിൽ വഹിക്കുവാനായിട്ടിടയായി. പാപമില്ലാത്ത കർത്താവ്, പാപമില്ലാത്ത നിഷ്കളങ്കനായ കർത്താവ് നമുക്ക് വേണ്ടി പാപിയായി തീർന്നു.
പാപം ചെയ്തല്ല പാപിയായത്, സകല മനുഷ്യരുടെയും പാപം സ്വയം ഏറ്റെടുത്തു. അതെ, നമുക്ക് വേണ്ടി ഒരു വ്യക്തി, ഒരു നീതിമാന്, കർത്താവിൻ്റെ വചനം പറയുന്നു, ഒരു നീതിമാന് വേണ്ടി ഒരുപക്ഷെ ഒരുവൻ ജീവൻ കൊടുക്കാം. എന്നാൽ പാപികളായിരിക്കുന്ന നമ്മെ സ്നേഹിച്ച് നമ്മയ്ക്ക് വേണ്ടി, പാപികളായിരിക്കുന്ന നമുക്ക് വേണ്ടി ജീവനെ നൽകിയ നല്ലൊരു കർത്താവ് നമുക്ക് കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഓർക്കണം, കർത്താവ് ആർക്ക് വേണ്ടിയാണ് മരിച്ചത്? എനിക്ക് വേണ്ടിയാണ് കർത്താവ് മരിച്ചത്. അതെ, എനിക്ക് വേണ്ടി, എൻ്റെ പാപങ്ങളുടെ പരിഹാരമായി കർത്താവ് 2000 വർഷങ്ങൾക്ക് മുന്നേ വരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 24-ാം വചനം, കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവരിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടിയും ഇത് പരിഗണിക്കപ്പെടും. അതെ, കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവരിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടിയും ഇത് പരിഗണിക്കപ്പെടും. എന്താണ് പരിഗണിക്കപ്പെടുന്നത്? അതെ, കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവരിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടിയും ഇത് പരിഗണിക്കപ്പെടും. പിതാവിൽ വിശ്വസിക്കുന്ന ആ കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവരിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടിയും ഇത് പരിഗണിക്കുവാനായിട്ട് ഇടയായിത്തീരും. നമുക്ക് കാണുവാനായിട്ട് കഴിയും. അബ്രഹാമിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നു. കർത്താവ് വിളിച്ച് അവനെ വേർതിരിച്ചു. അവൻ പാർത്തിരുന്ന ദേശത്തു നിന്ന് അവനെ വിളിച്ച് വേർതിരിക്കുവാനായിട്ട് ഇടയായി. അബ്രഹാമിനെ ദൈവം വളരെ ധനസമൃദ്ധി കൊണ്ട് അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, കർത്താവ് വിളിച്ചു കഴിഞ്ഞാൽ, ദൈവം ഒരുവനെ വിളിച്ച് വേർതിരിച്ചു കഴിഞ്ഞാൽ അവനെ വെറുതെ അവനെ വഴിയിൽ വിട്ടയച്ച് പോകുന്ന ഒരു ദൈവമല്ല നാം സേവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവിനെ അനുഗമിക്കുന്നവരെ, കർത്താവിനെ വാക്ക് കേട്ട് അനുസരിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുവാൻ ശക്തൻ അത്രേ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്ര തന്നെ അധ്വാനിച്ചാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവഭാരത്തിൽ ഒരു ഉയർച്ച നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയുന്നില്ലേ? എന്തോ ഒരു ശാപം നിങ്ങളെ പിന്തുടർന്നത് കൊണ്ട് അത്രേ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ശാപങ്ങൾ മാറുവാൻ വേണ്ടി കാൽവരി ക്രൂശിൽ മരത്തിന്മേൽ എല്ലാവരും ശപിക്കപ്പെട്ടവനെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരത്തിന്മേൽ തൂക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്തിനു വേണ്ടിയാണ് കർത്താവ് നമുക്ക് വേണ്ടി മരത്തിൽ തൂക്കപ്പെട്ടത്? നമ്മുടെ ശാപങ്ങൾ മാറുവാൻ വേണ്ടി. ഞാനും നിങ്ങളും അനുഭവിക്കുന്നതായ സകല ശാപത്തിന് പരിഹാരമായി കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ശാപങ്ങൾ മാറുവാൻ സ്വയം ശാപസ്ഥനായി തീരുവാനായിട്ട് ഇടയായി. നമ്മുടെ ശാപങ്ങൾ മാറും. ഇത് എങ്ങനെയാണ് നമ്മുടെ ശാപങ്ങൾ മാറുന്നത്? ഈ മരത്തിന്മേൽ തൂങ്ങപ്പെട്ട, ഈ ക്രൂശിന്മേൽ തൂങ്ങപ്പെട്ട ഈ ക്രിസ്തുവിനെ നമ്മളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ, ഇത് നാം വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ശാപങ്ങൾ മാറിപ്പോവാനായിട്ട് ഇടയായിത്തരും. ഞാൻ പറയട്ടെ, ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നിന്റെ ജീവിതത്തിൽ നീ എത്ര തന്നെ അധ്വാനിച്ചാലും, എത്ര തന്നെ നിന്റെ സമ്പാദ്യം, നീ എത്ര തന്നെ ബിസിനസ്സുകൾ ചെയ്തിട്ടും നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഇല്ലാതിരിക്കുകയാണോ? നിന്നെ ഏതോ ഒരു ശാപം പിന്തുടരുന്നു. ശാപത്തിൽ നിന്നൊരു വിടുതൽ നിനക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നു. നിന്റെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ ജീവജീവനങ്ങൾ, നിന്റെ സാമ്പത്തിക മണ്ഡലങ്ങൾ നിനക്ക് ഉയർച്ച പ്രാപിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നു. വേഗം നീ ക്രിസ്തുവിലേക്ക് വഴക്കിലേക്ക് വാ. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു സഹോദര. അതെ, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. കർത്താവ് താങ്കളെ സ്നേഹിക്കുന്നു. കർത്താവ് താങ്കളെ സ്നേഹിച്ചതുകൊണ്ട് കർത്താവ് താങ്കൾക്ക് വേണ്ടി ഒരു വലിയ വില കൊടുക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഈ വില നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്നു. കാരണം ഇത് കർത്താവിൽ നിന്ന് സൗജന്യമായുള്ള രക്ഷയാത്രേ. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരൊക്കെയും രക്ഷ പ്രാപിക്കുമെന്ന് കർത്താവിൻ്റെ വചനം അമ്മയെ പഠിപ്പിക്കുന്നു. അതേ സഹോദര, താങ്കൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവേ എന്നെ ഒന്ന് രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചാൽ, കർത്താവിനോടത് പറഞ്ഞാൽ, ആ സ്പോട്ടിൽ കർത്താവ് താങ്കളുടെ അടുക്കലേക്ക് കടന്നു വന്ന് താങ്കളെ പിടിവിക്കുവാൻ കർത്താവ് സർവശക്തനാത്രേ. ഒരിക്കൽ ബർത്തിമായി എന്ന് പറയുന്ന ഒരു കുരുടനായ ഒരു വ്യക്തി കർത്താവ് അതുവഴി കടന്നു പോകുന്നു എന്ന് കേട്ടിട്ട് അവൻ കർത്താവിനോട് നിലവിളിച്ചു, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ നിലവിളിക്കുവാനായിട്ട് ഇടയായി. ആ സമയം തന്നെ കർത്താവ് യേശു ക്രിസ്തു അവൻ്റെ ശബ്ദം കേട്ടു, അവൻ്റെ വിളി കേട്ടു. അവൻ നിന്നു.
അവിടുന്ന് അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന്. വ്യക്തമായി ഉടനെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, കർത്താവേ, എനിക്ക് കാഴ്ച പ്രാപിക്കണം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് കർത്താവ് പറയുവാനായിട്ട് ഇടയായിരുന്നു. നീ കാഴ്ച പ്രാപിക്കുക. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദര, നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്നതായ പ്രശ്നത്തിൽ നിന്ന് വിടുവിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു മതിയായ ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ തന്നെ പ്രശ്നമുണ്ടെങ്കിലും ഇന്ന് നീ അഭിമുഖീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്റെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധികൾ നേരിടുന്നു, വളരെ പ്രയാസങ്ങൾ നേരിടുന്നു. നിന്റെ ജീവിതത്തിൽ ഒത്തിരി കടഭാര ബന്ധനങ്ങൾ, ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം നീ എന്തൊക്കെ ചെയ്തിട്ടും അത് ഒരു ഉയർച്ചയില്ലായിരിക്കുന്ന അവസ്ഥ. ഇതിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. നീ വേഗം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നീ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് താങ്കൾ ആര് തന്നെ ആയിക്കോട്ടെ, താങ്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്നുകൊണ്ട്, കർത്താവേ, എന്നെ ഒന്ന് സഹായിക്കണമേ, എന്നെ ഒന്ന് രക്ഷിക്കണമേ, എൻ്റെ ഈ പ്രശ്നത്തിൽ നിന്ന് അവിടത്തേക്ക് മാത്രമേ എന്നെ രക്ഷിക്കുവാൻ കഴിയുള്ളൂ കർത്താവേ, എന്നെ ഞാൻ പൂർണ്ണമായി കർത്താവിനായി സമർപ്പിക്കുന്നു, കർത്താവേ, അവിടെ എന്നോട് മനസ്സറിയണമേ എന്ന് പറഞ്ഞാൽ, യേശോപ്പ എന്നോട് മനസ്സറിയണമേ എന്ന് പറഞ്ഞാൽ, ആ സമയം കർത്താവ് താങ്കളുടെ അടുക്കലേക്ക് കടന്നു വരുവാൻ സർവശക്തൻ. നിങ്ങളുടെ മല പോലുള്ള പ്രശ്നങ്ങളെ വിടുവിച്ച് സമതലമാക്കുവാൻ സർവശക്തനായ ദൈവമത്രേ കർത്താവായ യേശു ക്രിസ്തു. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അഭിമുഖീകരിക്കുന്നതായ സകല പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിച്ച് നിങ്ങൾക്കൊരു നിത്യമായ ഒരു ജീവിതം, നിത്യമായ സന്തോഷം, നിത്യമായ ഒരു ആനന്ദത്തിലേക്ക് ദൈവം നിങ്ങളെ കരം പിടിച്ച് നടത്തുവാൻ സർവശക്തനായ ദൈവമത്രേ. വിശ്വസിക്കുന്നിടമേൽ ദൈവം പ്രവർത്തിക്കുവാൻ ശക്തൻ. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ നാം വായിച്ച വചനം, കർത്താവ് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചതിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടിയും ഇത് പരിഗണിക്കപ്പെടും. അതെ, ഈ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ, ഈ ദൈവത്തിൽ വിശ്വസിച്ചാൽ, ഇത് നിന്റെ ജീവിതത്തിൽ, എന്നെ കേൾക്കുന്ന പ്രിയ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പരിഗണിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ നാം കാണുന്നത് അബ്രഹാം വളരെ സമ്പന്നനായിരുന്നു. ദൈവം വിളിച്ച് അവനെ സമ്പന്നനാക്കി, അവനെ വിളിച്ച് വേർതിരിച്ചു, അവനെ കർത്താവ് വിളിച്ച് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് യാത്ര തിരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അവർ വരുമ്പോൾ അവനെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിച്ചു, അവർ ബഹുസമ്പന്നനായി തീർന്നു. എന്നാൽ അവരുടെ ജീവിതത്തിൽ അവർ നോക്കുമ്പോൾ അവർക്ക് വലിയ തലമുറയില്ലാത്ത ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ദൈവം അവർക്ക് വാഗ്ദത്തത്തെ കൊടുത്തു. അബ്രഹാമിൻ്റെ 75 വയസ്സായപ്പോൾ ദൈവം അവർക്ക് വാഗ്ദത്തത്തെ കൊടുക്കുവാനായിട്ട് ഇടയായി. എന്നാൽ അവർ നീണ്ട 25 വർഷം വരെ കാത്തിരിക്കേണ്ടി വന്നു ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ നിവർത്തീകരണത്തിനായി. എന്താ അതുവരെയും കാത്തിരിക്കേണ്ടി വന്നത്? ദൈവത്തോട് ചേർന്നിരിക്കുവാൻ, ദൈവത്തോട് ഇനിയും അധികമായി. കാരണം അത് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി അവർ കാത്തിരിക്കേണ്ടി വന്നു. അബ്രഹാമിൻ്റെ ആ വാഗ്ദത്ത നിവർത്തീകരണം പ്രാപിക്കുന്ന ആ സമയം അബ്രഹാമിന് ഏകദേശം 100 വയസ്സ് പ്രായം ചെന്നിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അവൻ വാർദ്ധക്യത്തിൻ്റെ കാലഘട്ടത്തിലേക്ക്, കാരണം അവൻ്റെ ശരീരം ക്ഷയിച്ചു പോയെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാരണം അവൻ്റെ വാഗ്ദത്തത്തിനെ വിശ്വസിക്കാൻ കഴിയാത്തവണ്ണം അവൻ്റെ ജീവിതത്തിൽ വലിയ ഒരു സംഭവം, വലിയൊരു കാര്യം കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അവൻ്റെ ശരീരം ക്ഷയിച്ചു പോയി തുടങ്ങി. എന്നാൽ ദൈവത്തിൻ്റെ വാക്കിൽ അബ്രഹാം വിശ്വസിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരു നീതിക്കായി കണക്കിടുവാനായിട്ടിടയായി. നമ്മളവിടെ കാണുമ്പോൾ സാറയുടെ അവസ്ഥ, സാറയുടെ സ്ത്രീകൾക്കുള്ള പതിവ് നിന്നുപോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഒരു കാരണവശാലും അവർക്കൊരു സന്താനം, ഒരു കുഞ്ഞിനെ, തലമുറയെ ലഭിക്കുവാൻ അവരുടെ ജീവിതത്തിൽ ഒരു സാധ്യതയുമില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ അവർ ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ, ദൈവത്തിൻ്റെ ആ വാക്കിൽ വിശ്വസിച്ചപ്പോൾ, കർത്താവിൽ വിശ്വസിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം നടന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നിങ്ങളുടെ ശരീരത്തിൻ്റെ അവസ്ഥ എന്തുമായിക്കോട്ടെ, ദൈവം നിങ്ങളെ വിടുവിക്കുവാൻ ശക്തനത്രേ. ദൈവം നിങ്ങളെ സൗഖ്യമാക്കുവാൻ ശക്തനത്രേ. നിങ്ങളുടെ ശരീരത്തിലെ അവസ്ഥകൾക്കൊരു മാറ്റം വരുത്തുവാൻ ദൈവം ശക്തനത്രേ.
എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, യെഹസ്കേലിനോട് ദൈവം പറഞ്ഞു, നീ ആ താഴ്വരയിലേക്ക് ചെല്ലുക. താഴ്വരയിലേക്ക് യെഹസ്കേൽ പോയപ്പോൾ അവിടെ ഒരു അസ്ഥി കൂമ്പാരം കൂട്ടിക്കിടക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. ദൈവം ചോദിച്ചു, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് യെഹസ്കേൽ പ്രവാചകനോട് ചോദിക്കുവാനായിട്ടിടയായിത്തീർന്നു. അപ്പോൾ യെഹസ്കേൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം അങ്ങ് അവിടെ നിന്ന് അറിയുന്നു കർത്താവേ, എല്ലാം അവിടെ നിന്ന് അറിയുന്നു. ആമേൻ. അസ്ഥി കൂമ്പാരങ്ങളെ, അതെ, അസ്ഥി കൂമ്പാരങ്ങളെ ജീവൻ നൽകിയ, ജീവൻ വയ്പ്പിച്ച, അതിന് മാംസവും ഞരമ്പും മാംസവും രക്തവും നൽകി അതിന് ജീവൻ വയ്പ്പിച്ച ദൈവം നമ്മുടെ അടുക്കൽ ഉണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, നിന്റെ ജീവിതത്തിലെ അവസ്ഥ എന്തും തന്നെ ആയിത്തീരട്ടെ, നീ അസ്ഥി കൂമ്പാരം, അസ്ഥിയുടെ അവസ്ഥയിലായിരിക്കുകയാണോ? നിന്റെ ജീവിതത്തിൽ ഇനി നിന്റെ ജീവിതം കൊണ്ട് ഒരു അർത്ഥവുമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയാണോ? ദൈവം നിന്നെ തീർച്ചയായും ദൈവം സ്നേഹിക്കുന്നതുകൊണ്ട് ദൈവം നിങ്ങളെ വിടുവിക്കുവാൻ ശക്തനത്രേ. കാരണം ഈ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലുകൾ നടക്കും. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ഈ കാണുമ്പോൾ, ഈ മാധ്യമം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ സ്നേഹം ഇപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. ക്രിസ്തുവിൻ്റെ സ്നേഹം. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ അവസ്ഥകളെ മാറ്റി മറിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളുടെ അടുക്കലുണ്ട്. ഈ ദൈവം സർവശക്തനത്രേ. ഈ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്നതായ സകല പ്രശ്നങ്ങൾക്കും, നിങ്ങളുടെ ജീവിതത്തിൽ എന്താ ഒരു കുറവ്? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എല്ലാം തന്നതല്ലേ? ദൈവം നിങ്ങൾക്കെല്ലാം തന്നതാ. അതെ, നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങൾ പ്രാപിക്കേണ്ട ഒരു ദിവസം അത്രേ ഇന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നോക്കി പറയുക, ഇത് ജീവിക്കും, ഈ ശരീരം ജീവിക്കും. അതെ, നിങ്ങളുടെ ശരീരത്തിൽ കൈകാലുകൾ അനക്കാൻ പറ്റാതിരിക്കുന്ന വ്യക്തിയാണോ? നിങ്ങൾ ആ കൈകാലിനോട് നോക്കി പറയുക, കൈ ജീവൻ പ്രാപിക്കും. കാലിനെ നോക്കി പറയുക, കാല് ജീവൻ പ്രാപിക്കും. നിങ്ങളുടെ ശരീരത്തിലെ അവസ്ഥകൾക്ക് ദൈവം ഒരു മാറ്റം നൽകും. അതെ, നിങ്ങളുടെ ജീവിതത്തിലെ അവസ്ഥകൾക്ക് ഒരു മാറ്റം നൽകും. അതെ, തലമുറകളില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതമേ, നിങ്ങളുടെ ജീവിതത്തിൽ തലമുറകളെ തരുവാൻ ദൈവം ശക്തനത്രേ. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വഴികളും, സാമ്പത്തിക നന്മകൾ എല്ലാം അടഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയിലാണോ? ദൈവം നിങ്ങൾക്ക് ഒരു പുനർജീവിതം, ഒരു നിത്യമായ ഒരു വിടുതൽ ദൈവത്തിന് തരുവാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ താങ്കൾ അനുഭവിക്കുന്നതായ സകല പ്രശ്നങ്ങൾക്കും വിടുവിക്കുവാൻ ശക്തനായ ഒരു ദൈവം കർത്താവ് യേശു ക്രിസ്തു. കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയും കർത്താവ് വെറും കൈയോടെ വിട്ടിട്ടില്ല. അബ്രഹാമിനെ 100-ാമത്തെ വയസ്സിൽ ഒരു തലമുറയെ കൊടുത്ത ദൈവം, നിങ്ങളുടെ പ്രായം എത്ര തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ അവസ്ഥ തന്നെ ഏതവസ്ഥയിലായിക്കോട്ടെ, കർത്താവ് നിങ്ങൾക്ക് തലമുറയെ തരുവാൻ ശക്തനായ ദൈവം അത്രേ. എന്നെ ഈ സമയം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യുവാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവിനോട് ഒരു വാക്ക് പറഞ്ഞാൽ, കർത്താവേ, എൻ്റെ ജീവിതത്തെ ഒന്ന് മാറ്റി തരണമേ, എൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം അവിടെ നിന്ന് നൽകണമേ, എൻ്റെ സകല അവസ്ഥകൾക്ക് ഒരു മാറ്റം ദൈവം നൽകണമേ, എൻ്റെ ശരീരം ബലം പ്രാപിക്കണം, എൻ്റെ ശരീരം നിർജീവമായിരിക്കുന്ന ഈ ശരീരം തേജസ്സുള്ളതായി തീരണം, ആരോഗ്യമുള്ളതായി തീരണം. യേശുപ്പ എന്നോട് സഹായിക്കണമെന്ന് താങ്കളായിരിക്കുന്ന അവസ്ഥയിൽ കർത്താവിനോട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ വിടുവിക്കുവാൻ ശക്തനായ ദൈവം അത്രേ. ആമേൻ. ജീവിതത്തിൽ പല കാര്യങ്ങളാൽ, പല പ്രശ്നങ്ങളാൽ മക്കളെ ചൊല്ലി ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ. അതെ, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. വഴിതെറ്റിപ്പോകുന്ന തലമുറകളെ നോക്കി വിലപിക്കുന്ന, കരയുന്ന പ്രിയ സഹോദരി, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുവാൻ ദൈവം സർവശക്തൻ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ദൈവത്തിന് സകലതും സാധ്യം. സകലതും ഒരു വാക്കിനാൽ ഉളവാക്കിയ അരുമനാഥൻ നിങ്ങളുടെ അടുക്കലുണ്ട്. ഈ ദൈവത്തെ കണ്ട് ദൈവത്തോട്, അപ്പാ, എൻ്റെ ഈ പ്രശ്നത്തിൽ നിന്ന് അവിടെ നിന്ന് വിടുവിക്കണമെന്ന് പറഞ്ഞാൽ ആ സമയം തന്നെ അരുമനാഥൻ നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരും.
ഒരു പിതാവിനെ പോലെ, അതെ, ഒരു പിതാവിനെ പോലെയല്ല, ഒരു പിതാവായി ആമേൻ നമ്മെ ആശ്വസിപ്പിക്കുവാൻ, നമ്മെ നടത്തുവാൻ, നമ്മെ തലോടുവാൻ, നമ്മെ സ്നേഹിക്കുവാൻ കഴിയുന്ന നല്ലൊരു പിതാവായി അവിടെ നമ്മോട് കൂടെയുണ്ട്. ഈ ദൈവത്തെ ഒന്ന്, അപ്പാ എൻ്റെ ആവശ്യം ഇന്നതാണെന്ന് നമുക്ക് ഒരുമിച്ച് പറയാമോ? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതത്തെ ചെയ്യും. തീർച്ചയായും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തെ ചെയ്യും. ദൈവത്തിന് മാത്രം കഴിയുന്ന കാര്യമത്രേ ഒരു അത്ഭുതം ചെയ്യുവാൻ, അസാധ്യങ്ങൾ, അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ തുറക്കുവാൻ. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ 26-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: പെട്ടെന്ന് ശക്തമായൊരു ഭൂകമ്പം ഉണ്ടായി, കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ഉടൻ തന്നെ കാരാഗ്രഹ വാതിലുകൾ മലർക്കെ തുറന്നു, എല്ലാവരുടെയും ചലങ്കലകൾ അഴിഞ്ഞു. പെട്ടെന്ന് ശക്തമായൊരു ഭൂകമ്പം ഉണ്ടായി, കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ഉടൻ തന്നെ കാരാഗ്രഹ വാതിലുകൾ മലർക്കെ തുറന്നു, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? അതെ, ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അവരുടെ മേൽ ഇറങ്ങി വന്നപ്പോൾ ആമേൻ അവരുടെ ചങ്ങലകൾ, പെട്ടെന്ന് ശക്തമായൊരു ഭൂകമ്പം ഉണ്ടായി, കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ഉടൻ തന്നെ കാരാഗ്രഹ വാതിലുകൾ മലർക്കെ തുറന്നു, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു. അപ്പോസ്തലന്മാർ ദൈവത്തെ ആരാധിച്ചപ്പോൾ അവരെ കെട്ടിയിരുന്ന കെട്ടുകൾ, ആമത്തിൽ കെട്ടിയിരുന്ന ആ കെട്ടുകൾ പൊട്ടുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങുമ്പോൾ, ദൈവത്തിൻ്റെ സ്വർഗത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ തീ ഇറങ്ങുമ്പോൾ ഒരു ദുഷ്ടശക്തിയും നിങ്ങളെ അടുക്കുവാൻ അനുവദിക്കത്തില്ല. നിങ്ങളെ കെട്ടിവെച്ചിരിക്കുന്ന കെട്ടുകൾ പൊട്ടുവാനായിട്ട് ഇടയായിത്തീരും. മന്ത്രവാദമോ ആഭിചാരമോ ദുഷ്ടവ്യാപാര ശക്തികളോ നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ ആ ബന്ധനങ്ങൾ സകലതും തകരുവാനായിട്ട് ഇടയായിത്തീരും. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വിശ്വസിക്കുക, കർത്താവ് നിങ്ങളുടെ അടുക്കലുണ്ട്. കർത്താവിൻ്റെ വചനം പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോട് കൂടെ അത്താഴം കഴിക്കും. അതെ, നിങ്ങളുടെ ഏറ്റവും അടുക്കൽ, അതേ സഹോദര സഹോദരി, നിങ്ങളുടെ ഏറ്റവും അടുക്കൽ കർത്താവ് നിങ്ങളുടെ അടുക്കലുണ്ട്. നിങ്ങൾ എൻ്റെ കർത്താവിനെ, അപ്പാ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് പറഞ്ഞാൽ ആ നിമിഷം കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. ഇതെങ്ങനെ കെട്ടുകളും ചങ്ങലകൾ പൊട്ടുവാനായിട്ട് ഇടയായിത്തീരുന്നത്? ശക്തമായ ഭൂകമ്പം ഉണ്ടായത് എന്താ കാരണം അവിടെ? അതെ, നമ്മൾ അതിൻ്റെ തൊട്ട് മുകളിലോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ പൗലോസും ശീലാസും എന്ന് പറയുന്ന രണ്ട് അപ്പോസ്തലന്മാർ അവരുടെ കൈകാലുകൾ ആമത്തിലിട്ട് ചങ്ങലയ്ക്ക് പൂട്ടിയിരിക്കുക. എന്നാൽ അവരുടെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് അവർ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് തുടങ്ങി. അവരുടെ വേദനകൾ അവർ വകവെച്ചില്ല, അവരുടെ കഷ്ടപ്പാട് അവർ വകവെച്ചില്ല. അവർ ആ കഷ്ടതയിലായിരുന്നു കൊണ്ട്, ആ വേദനയിലായിരുന്നു കൊണ്ട് സർവശക്തനും സകലത്തിൻ്റെ ഉടയവരായ ദൈവത്തെ, അത്യുന്നതനായ ദൈവത്തെ അത്യുച്ചത്തിൽ പാടി സ്തുതിച്ചു. അവർ ദൈവത്തോട് പാടി സ്തുതിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. ഇരുമ്പ് വാതിലുകളെ തുറന്നു, ഇരുമ്പോടാമ്പലുകളെ തകർത്തു, താമ്രഭിത്തികളെ തകർത്ത് കളയുവാനായിട്ടിടയായി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകളും ബന്ധനങ്ങളും ഇതുപോലുള്ള അവസ്ഥയിലാണോ താങ്കളായിരിക്കുന്നത്? താങ്കളെ വിടുവിക്കുവാൻ കർത്താവുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ സകല പ്രതിസന്ധികളിൽ നിന്ന് വിടുവിക്കുവാൻ കർത്താവുണ്ട്. നിങ്ങളുടെ ബിസിനസ്സുകളെ അനുഗ്രഹിക്കുവാൻ കർത്താവ് നിങ്ങളുടെ അടുക്കലുണ്ട്. ഈ കർത്താവിനോടൊന്ന് വിളിച്ച് അപേക്ഷിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ. കർത്താവിൻ്റെ വചനം പറയുന്നു, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരൊക്കെയും അവിടുന്ന് രക്ഷിക്കുന്നു. അതെ, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ നിങ്ങൾ രക്ഷ പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു പോകാം. കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അപ്പം ഈ ജനത്തെ അപ്പൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. അവിടെ താണിപ്പഴുതേറ്റ കരം നീട്ടി കർത്താവ് വിടുവിക്കണം. ഇവരുടെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഭവിക്കുന്നതായ കഷ്ടതകളിൽ നിന്ന്, ഇവർ അനുഭവിക്കുന്നതായ ആ ബിസിനസ്സിൻ്റെ തകർച്ചകളിൽ നിന്ന് അവിടെ നിന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇവരുടെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യണം. ഇവരുടെ തൊഴിൽ മേഖലകൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേ ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങൾ
കിടക്കയിലായിരിക്കുന്ന അവസ്ഥകളിലായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ അവിടുന്ന് തൊടുന്നതിനായി നന്ദി. അപ്പം സംസാരിക്കുവാനോ ഒന്നും ചലിക്കുവാനോ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ അവിടുന്ന് തൊടുന്നതിനായി നന്ദി. അവിടെ താണിപ്പെടുന്നതിൻ്റെ കരം നീട്ടി അവിടുന്ന് തൊടുന്നതിനായി നന്ദി. അവിടുത്തെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ നിന്ന് ശക്തി അപ്പോൾ അവിടുത്തെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ അങ്ങിൽ നിന്ന് ശക്തി പുറപ്പെട്ടതുപോലെ ഇപ്പോൾ ആ ശക്തി, അത്യന്താധികമായ ശക്തി കിടക്കയിലായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മേൽ അവിടുന്ന് തൊടുന്നതിനായി നന്ദി പറയുന്നു. അവിടുന്ന് സൗഖ്യമാക്കുന്ന കരം നീട്ടി കർത്താവ് തൊട്ടതിനായി നന്ദി. പൂർണ്ണമായ ഒരു അത്ഭുത സൗഖ്യം അവിടുന്ന് കൽപ്പിച്ചാക്കിയിരിക്കുന്നതിനായി നന്ദി കർത്താവേ. അപ്പം കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങൾക്കായി ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഇപ്പോൾ തന്നെ അവിടുന്ന് തൊടണം. ഇപ്പോൾ തന്നെ അവിടുന്ന് തൊട്ടതിനായി നന്ദി. പൂർണ്ണമായി സൗഖ്യത്തെ അവിടുന്ന് കൽപ്പിച്ചാക്കിയിരിക്കുന്നതിനായി നന്ദി കർത്താവേ. ഹാർട്ട് പേഷ്യൻറ്റുകളെ കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു. കർത്താവ് ഹാർട്ട് പേഷ്യൻറ്റുകളായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ കർത്താവ് തൊട്ടുന്നതിനായി നന്ദി പറയുന്നു. അതേ അപ്പോൾ അവിടുന്ന് തൊട്ടതിനായി നന്ദി പറയുന്നു. സൗഖ്യമാക്കുന്ന കരം നീട്ടി കർത്താവ് തൊട്ട് സൗഖ്യമാക്കിയിരിക്കുന്നതിനായി നന്ദി പറയുന്നു. അപ്പം കണ്ണിൻ്റെ കാഴ്ചകൾ കുറഞ്ഞിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ കർത്താവെ, കണ്ണിൻ്റെ കാഴ്ചകൾ അവിടുന്ന് നൽകുന്നതിനായി നന്ദി പറയുന്നു കർത്താവെ. അപ്പം ചെവി കേൾക്കാൻ പാടില്ലാതിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ കർത്താവ് തൊടുന്നതിനായി നന്ദി കർത്താവെ. അപ്പം അവസ്ഥകൾക്ക് കർത്താവെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ കർത്താവെ. അപ്പം സ്കിൻ പ്രോബ്ലമായി കഴിയുന്ന വ്യക്തി ജീവിതങ്ങളെ അവിടുന്ന് തൊട്ട് സൗഖ്യമാക്കിയതിനായി നന്ദി പറയുന്നു. ദൈവം ഒരു അത്ഭുതം ചെയ്തിരിക്കുന്നതിനായി നന്ദി കർത്താവെ. അപ്പൻ്റെ കരങ്ങളിൽ ഞങ്ങൾ തന്നെ താഴ്ത്തി തരുന്നു. സകലതും ദൈവം ചെയ്തതിനായി നന്ദി. മുഴുമഹത്വവും അവിടത്തേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കേൾക്കുമാറാണ് സ്വർഗസ്ഥ പിതാവേ, ആമേൻ. നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കാണുന്നവരെ കർത്താവ് യേശു ക്രിസ്തുവിനുള്ള നാമത്തിലുള്ള സ്നേഹവും വന്ദനത്തെ നിങ്ങൾക്ക് അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ബന്ധപ്പെടേണ്ടതാണ്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ എപ്പോഴും സദാസമയവും ഞങ്ങൾ തയ്യാറാണ്. ദയവ് ചെയ്ത് നിങ്ങൾ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് യേശു ക്രിസ്തു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ.